ഹലോ ഫ്രണ്ട്സ്, ഡ്രീംസ് ഓഫ് കുവൈറ്റിലേക്ക് സ്വാഗതം. UK ഇമിഗ്രേഷനിൽ വന്നിരിക്കുന്ന ചില പുതിയ അപ്ഡേഷൻസ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദയവായി എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ജൂണിൽ UK ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചിരുന്നു. UK ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി കുറേ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ജൂലൈ 22 പ്രാബല്യത്തിൽ വരുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് പുതുതായി വരുന്നവരെയും ഇപ്പോൾ UK നിൽക്കുന്നവരെയും സ്റ്റുഡൻസ് വിസയിൽ വരുന്നവരെയും ഒക്കെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ആദ്യമായി പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് സീനിയർ കെയർ വർക്കർ വിസ UK പൂർണ്ണമായി നിർത്തുന്നു എന്ന കാര്യമാണ്. ഇപ്പോൾ ഈ വിസയിൽ UK ഉള്ളവർക്ക് 2028 വരെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയോ വേറെ സ്പോൺസറുടെ കീഴിലേക്ക് മാറുകയോ ചെയ്യാമെന്നാണ് അറിവ്. വേറെ സ്പോൺസറുടെ കീഴിലേക്ക് മാറുന്നതും അത്ര ഈസിയുള്ള കാര്യമല്ല എന്നാണ് അറിവ്. അതായത് ആ സ്പോൺസറുടെ കൂട്ടത്തിൽ 3 മാസം ജോലി ചെയ്തെങ്കിൽ മാത്രമേ വിസ അങ്ങോട്ട് മാറ്റുവാൻ പറ്റുകയുള്ളൂ എന്നാണ് അറിവ്. കെയർ വർക്കർ വിസയൊക്കെ നിർത്തുന്നത് ഏറ്റവും അധികം ബാധിക്കുന്നത് സ്റ്റുഡൻസിനെയാണ്. ഇപ്പോൾ സ്റ്റുഡൻസിന് UK എത്തിയാൽ ഈസിയായി ജോലി കിട്ടുന്നത് കെയർ ഹോമുകളിൽ ആയിരുന്നു. ഇനി അത് സാധ്യമല്ല. സ്റ്റുഡൻസിന് മാത്രമല്ല എല്ലാ ആളുകളെയും അത് ബാധിക്കുന്നതാണ്. അതുപോലെ സ്കിൽഡ് ജോബുകൾക്ക് RQF ലെവൽ 6 or above ആക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് സ്കിൽഡ് വർക്കേഴ്സ് വിസയ്ക്ക് 3 or above മതിയായിരുന്നു. അതായത് സ്കിൽഡ് വർക്കേഴ്സ് വിസയ്ക്ക് ഇപ്പോൾ മിനിമം യോഗ്യത ഡിഗ്രി ആക്കിയിരിക്കുന്നു. RQF ലെവൽ 6 താഴെയുള്ളവർക്ക് ടെമ്പററി ലിസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ആ ലിസ്റ്റിന് പ്രകാരം അവർക്ക് ജോലിക്ക് വരാവുന്നതാണ്. അതിന് നിശ്ചിത കാലാവധിയുണ്ട്. ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. വിസ ഫീസ് ഇളവില്ല. ടെമ്പററി ലിസ്റ്റ് ആയിരിക്കും. എല്ലാ വർഷവും ആ ലിസ്റ്റ് പുതുക്കുന്നതായിരിക്കും. ടെമ്പററി ജോബ് കഴിഞ്ഞാൽ തിരികെ പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് ഈ ലിസ്റ്റ് പ്രകാരം വരുന്ന ജോലിക്ക് ഉള്ളത്. ഈ മാസം ജൂലൈ 22 ശേഷം ആർക്കും കെയർ വർക്കർ വിസയിൽ UK വരാൻ സാധ്യമല്ല. ഇപ്പോൾ UK പ്രോസസ്സ് ചെയ്യുന്നവരും പ്രത്യേകിച്ചും സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഇനി ആലോചിച്ച് വേണം തീരുമാനമെടുക്കുവാൻ. ഇപ്പോഴത്തെ ഈ പുതിയ അപ്ഡേറ്റ്സ് എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ലോൺ എടുത്തും മറ്റും 15ഉം 20 ലക്ഷമൊക്കെ മുടക്കുന്നവർ ദയവായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ്. താങ്ക്